സ്വാഗതം. നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. കവിതയുടെ ബഹുസ്വര നിലങ്ങൾ എന്നുള്ളതാണ് സെഷൻ്റെ ടൈറ്റിൽ. നമ്മൾ മലയാള കവിതയുടെ ഇന്നോളമുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നിരന്തരമായിട്ട് ഒരേ സമയം തുടർച്ചകളുടേതും ഇടർച്ചകളുടേതുമായിട്ടുള്ളൊരു ചരിത്രമായിട്ട് അതിനെ കാണാൻ സാധിക്കും. അതുപോലെ കവിതാ ഭാവുകത്തിലുണ്ടായിട്ടുള്ള വഴിത്തിരിവുകളുടെ ഒരു വംശാവലി നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് കാണാൻ പറ്റുക ഉത്തരാധുനികമെന്ന് വിളിക്കപ്പെട്ട സാഹിത്യ ക്രമീകരണങ്ങളുടെയും പുനഃക്രമീകരണങ്ങളുടെയും ഒരു കാലഘട്ടത്തെയാണ്. ഈ ഉത്തരാധുനികത ചർച്ചകൾ മലയാളത്തിൽ 1980-കൾ മുതൽ ആരംഭിക്കുകയും 90-കളോടെ സജീവമാവുകയും ചെയ്യുന്നുണ്ട്. അത് അക്കാലത്ത് അതുവരെ നിലനിന്നിരുന്ന സാഹിത്യ ചരിത്രത്തെയും സൗന്ദര്യാത്മക യുക്തികളെയും ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന സാഹിത്യ ആധുനികത അരികുവൽക്കരിച്ച് മാറ്റി നിർത്തിയിരുന്ന വലിയൊരു കൂട്ടം ഭാവനകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ ആ നിലയ്ക്ക് വലിയൊരു പുതുക്കിപ്പണികൾ ആ കാലത്ത്, അങ്ങനെ വിളിക്കപ്പെട്ട ആ കാലത്ത് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് സാഹിത്യമായ ഘടകങ്ങൾ മാത്രമല്ല, സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമൊക്കെയുള്ള കാരണങ്ങൾ അത്തരമൊരു നവീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി നമുക്ക് കാണാം. സാഹിത്യത്തിലെ വിശേഷിച്ച് കവിതയിലെ സ്ത്രീ, ദളിത്, ഇതര ന്യൂനപക്ഷ സൗന്ദര്യശാസ്ത്ര യുക്തികൾ ഈ കാലത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും നമുക്ക് വേണമെങ്കിൽ ഇന്നിവിടെ ഇരുന്നിട്ട് മലയാളത്തിലെ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സാഹിത്യരൂപമാണ് കവിത എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ കവിതാ സാഹിത്യത്തിൽ അത് അഴിച്ചുപണികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2000-ന് ശേഷം ബ്ലോഗുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഈ ബ്ലോഗുകൾക്ക് സ്വീകാര്യത കിട്ടുന്നതോടുകൂടിയാണ് ജീവിതത്തിൽ ആകെ ഒരൊറ്റ കവിത മാത്രം എഴുതിയിട്ടുള്ള ഒരാൾക്കും ഒരു ഇറച്ചിവെട്ടുകാരനും ഒരു വീട്ടമ്മയ്ക്കും ഒക്കെ കവിയാകാം എന്നൊരു ബോധ്യത്തിലേക്ക് മുഖ്യധാരാ സാഹിത്യ ലോകം അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്താൻ നിർബന്ധിതരാകുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലോഗുകളുടെ ഒരു അന്തരീക്ഷം വരേണ്യവും അക്കാദമിയുമായിട്ടുള്ള കവിതാ സാഹിത്യ ചർച്ചകളെ അവിടെ നിന്നും പറിച്ചെടുത്ത് കുറേ കൂടി സജീവമായൊരു സംവാദ ഇടത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. തുടർന്ന് കടന്നു വന്നിട്ടുള്ളതാണ് നമുക്ക് ഗോത്രകവിത എന്ന് പറയാൻ പറ്റുന്നൊരു വിഭാഗം. ഗോത്രകവിതയാവട്ടെ നമ്മൾ മലയാള സാഹിത്യം അല്ലെങ്കിൽ മലയാള കവിത എന്ന് പറഞ്ഞിരുന്ന സമ്പർക്കത്തെ തന്നെ ചോദ്യം ചെയ്യുകയും അതിനെ തന്നെ പ്രശ്നവൽക്കരിക്കുകയും കേരള കവിത എന്ന കുറേ കൂടി ഉൾക്കൊള്ളൽ ശേഷിയുള്ളൊരു സമ്പർക്കത്തിലേക്ക് നമ്മുടെ സാഹിത്യത്തിൻ്റെ നോട്ടസ്ഥാനങ്ങളെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് നിലവിൽ നോക്കുമ്പോൾ അക്കാദമികമായ ഉത്തരാധുനിക ചർച്ചകൾ അവസാനിച്ച് കഴിഞ്ഞൊരു ഘട്ടമായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇന്നത്തെ തന്നെ. എങ്കിലും ഉത്തരാധുനികമെന്ന് വിളിക്കപ്പെട്ട കാലഘട്ടത്തിലെ ആ ഭാവുകതത്തിലെ വരേണ്യ വലതുപക്ഷ ചായ്വുകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ അതിലിടപെട്ടിട്ടുള്ള സൂക്ഷ്മ സംഘർഷ സ്ഥാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല. അത്തരം ഒരു വിടവ് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ അക്കാദമിക ചർച്ചകളുടെ ഒരു പോരായ്മയായും തുടരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് കവിതയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു കവിതയുടെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലമായി ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. നമുക്ക് ഈ സെഷൻ 1-2 ചോദ്യങ്ങളിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശേഷം പാനലിസ്റ്റുകൾ സ്വന്തം കവിത അവതരിപ്പിക്കുകയും തുടർന്ന് സദസ്സിനെ വേദി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിൽ ക്രമീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം 3 പേരോടുമായിട്ടാണ്. ഒരു പൊതു ചോദ്യമാണ്. നമ്മൾ പൊതുവിലെ ഉള്ളടക്കവും രൂപവും ഒക്കെ വേണമെങ്കിൽ ഇതൊന്നു തന്നെയാണ് എന്ന് സമർത്ഥിക്കാമെങ്കിലും നമ്മുടെ സാഹിത്യ ചർച്ചകൾ, കവിതാ ചർച്ചകൾ പൊതുവെ രൂപത്തെക്കുറിച്ച് നിശബ്ദമായിട്ടാണ് കാണാറുള്ളത്. മറിച്ച് ഇതിൻ്റെ പ്രമേയത്തെയോ ആശയത്തെയൊക്കെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് രൂപത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സമകാലിക കവിതയിൽ സജീവമായി ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് കവിത എന്ന രൂപത്തെ അല്ലെങ്കിൽ കവിതയുടെ രൂപത്തെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കവിത എഴുതുന്ന സമയത്ത് നിരന്തരം കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് സ്വന്തം കവിതയുടെ രൂപത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ആലോചനകൾ എന്തെല്ലാമാണ്? നിലവിൽ സ്വന്തം കവിതയിൽ ഉപയോഗിക്കുന്ന രൂപങ്ങൾ, വന്ന വഴി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നമുക്ക് ധന്യ വേങ്ങച്ചേരിയിൽ നിന്ന് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സാഹിത്യ സംവാദത്തിൻ്റെയും ഒക്കെ ഭാഗമാകാൻ പറ്റിയതിൽ. ശരിക്കും ഞാനിങ്ങനെ കവിത എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് രൂപമാണ് ഈ കവിതയ്ക്കുള്ളത് എന്നുള്ളതാണ്. ശരിക്കും അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെയാണ് ഈ കവിതയെ എഴുതുന്നത്, അല്ലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. പ്രത്യേകിച്ചും ഞാൻ മലയാളത്തിലാണ് ആദ്യമായി കവിതകളൊക്കെ എഴുതി തുടങ്ങിയത്. പിന്നെ പിന്നീടാണ് ഗോത്ര കവിതയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ഗോത്ര കവിത എഴുതുമ്പോൾ ഞാൻ ചില കവിതകളിൽ
സ്വീകരിക്കുന്ന ഒരു ഇതുണ്ട്. പണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഗദ്യകവിത പദ്യകവിത എന്നെല്ലാം പറയുമ്പോൾ ചില ചില എനിക്ക് കവികളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ചിലർ എഴുതാറുണ്ട് ഓരോ വാക്കും താഴെ താഴെ. അപ്പം അത് അങ്ങനെ ഒരു വാക്ക് ഇടവിട്ട് അടുത്ത വാക്ക്. അപ്പോൾ അതിൻ്റെ എഴുത്ത് രീതിയിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് ക്ലാസ്സുകളിൽ പഠിച്ചാണ്. അത് ക്ലാസ്സുകളിൽ പഠിച്ചു വിട്ടു. പിന്നീട് ഞാൻ കവിത എഴുത്തിലേക്ക് വരുമ്പോഴത്തേനും എൻ്റെ ഒരു പട്ടം ചപ്പനക എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഈ കവിത ഒരു ആദിവാസി ഊരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആദിയെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ അതിൽ ഞാനങ്ങനെ ഇതുപോലെ കൊട്ടും പാട്ടും നിലപ്പിലെ പിന്തുടർ എന്നെ എഴുതുന്നതിന് ഞാനൊരു സ്റ്റൈൽ വരുത്തിയിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെ ഉള്ളൊരു രീതി എന്ന നിലയിലാണ് ഞാനതങ്ങനെ എഴുതിയത്. ശരിക്കും ഒരു കവിത എഴുത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും വിചാരിക്കാം, നമുക്കറിയില്ല എന്താണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ നമുക്കൊരു രൂപം ഉണ്ടാകുമോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം എഴുതി തീരുമ്പോഴാണ് ഇതാണ് കവിത അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ രൂപമെന്ന് പലപ്പോഴും പല കവിതകൾ എഴുതുമ്പോൾ അങ്ങനെയും മനസ്സിലാകാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ കവിതയ്ക്ക് രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഇപ്പോഴും പറയാൻ അറിയില്ല. പക്ഷേ അതിലൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ആ ഒരു കവിത എഴുത്ത് രീതി ഞാൻ ശീലിച്ചത് കൊണ്ട്. പിന്നീടുള്ളതാണ് നമ്മൾ ഈ വാക്കുകൾ. ഇപ്പം ഞാൻ പ്രത്യേകിച്ചും ഗോത്ര കവിതകൾ എഴുതുമ്പോഴും നമ്മുടെ ഊരിൽ നിന്നോ എല്ലാം നമ്മുടെ നിന്നെല്ലാം ഈ ഭാഷ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പലപ്പോഴും പുതിയ വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഈ കവിതയെ കൂടുതലും ശക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഷയെ ഗോത്രഭാഷയെ പ്രത്യേകിച്ചും ഗോത്രഭാഷയെ നിലനിർത്തുക, അല്ലെങ്കിൽ ഭാഷയെ കുറച്ചും കൂടി സമ്പന്നമാക്കുക. അതിനപ്പുറത്തും നമ്മൾ ഇന്ന് പറയുന്നൊരു മലയാള സാഹിത്യം അത് ആ ഒരു ഭാഷയെ ഒരു സാഹിത്യത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ള നിലയിലൊക്കെ തന്നെയും അതിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നതൊരു. അപ്പോൾ അങ്ങനെ ഇനി വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എനിക്ക് ആ ചോദ്യത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് മനസ്സിലാക്കിയതിന്. അപ്പം അതിൻ്റെ പുറമേ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ. ധന്യവേങ്ങശ്ശേരിയുടെ ആദ്യത്തെ സമാഹാരം എനിക്ക് തോന്നുന്നു മലയാള യൂണിവേഴ്സിറ്റിയിൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരുപക്ഷെ അത്തരമൊരു സർവകലാശാല അന്തരീക്ഷത്തിൽ നിന്ന് കവിതയുടെ രൂപങ്ങളെക്കുറിച്ച് അത്തരമൊരു അന്തരീക്ഷത്തിൽ നിന്ന് ആദ്യത്തെ പുസ്തകം വരികയും അന്ന് ഞാൻ എൻ്റെ മാതൃഭാഷയ്ക്ക് എഴുതിയിരുന്നത് മലയാളമാണെന്നും പിന്നീട് എങ്ങനെ തുളുവിലേക്ക് തിരിച്ചു പോയെന്നും ധന്യവേങ്ങശ്ശേരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിക്കാം. നിന്നെ തെയ്യം നിന്നെ മഞ്ഞക്കുറി എന്നുള്ളതായിരുന്നു ആദ്യം ഡെസർട്ടേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുള്ള സമാഹാരത്തിൻ്റെ പേര്. അന്ന് ഞാൻ അന്ന് ഈ പട്ടാമ്പി കവിതാ കാർണിവലിൻ്റെ സമയത്താണ് അശോകേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഭാഷയിൽ എഴുതി ശീലിക്കുകയാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എൻ്റെ വീട്ടിലൊന്നും ഞങ്ങൾ ഭാഷ സംസാരിക്കില്ല, പ്രത്യേകിച്ചും ഗോത്ര ഭാഷയൊന്നും സംസാരിക്കില്ല. കാരണം ഞങ്ങൾക്ക് നാണക്കേടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കളിയാക്കുന്നത് കൊണ്ടും അതേപോലെ സ്കൂളിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു അനുഭവം ഒക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ ഭാഷ സംസാരിക്കാൻ ഭയങ്കര നാണക്കേടൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഷ സംസാരിക്കില്ല ഇനി ഒരിക്കലും എന്ന് വിചാരിച്ച് എല്ലാവരും ഇത്തരം ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഓടിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നീടാണ് ഭാഷയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ സർവകലാശാലയിൽ മലയാള ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ സെമിനാറും അല്ലെങ്കിൽ പല എഴുത്തുകാർ വരുന്നു, അവരുടെ എഴുത്തുകളെക്കുറിച്ച് സംസാരിക്കുന്നു, ഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നു. മാതൃഭാഷ എന്നിങ്ങനെ കേട്ട് എന്താണ് എൻ്റെ മാതൃഭാഷ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്നു വാമൊഴിയായിട്ട് നിലനിൽക്കുന്ന ഞങ്ങളുടെ ഭാഷയിൽ പുതിയ തലമുറയിൽപ്പെട്ട മക്കൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. അതിനൊക്കടക്കം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പോഴുള്ള പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ഈ ഭാഷ എന്താണെന്ന് പോലും അറിയില്ല.
അപ്പോഴാണ് ഉള്ളിൽ ഇങ്ങനെ ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയ മലയാളത്തിലും ഗോത്രഭാഷയിലും ഇങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള രീതിയായിരുന്നു ഞാൻ ആദ്യം എഴുതിയത്. ചില വാക്കുകൾ തുളു ഭാഷയാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ ഭാഷയിൽ ഞാനിങ്ങനെ എഴുതുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എഴുതുമ്പോൾ ഇത് ഞാൻ എഴുതുന്നത് ശരിയാണോ, ഇത് തന്നെയാണോ എൻ്റെ ഭാഷ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഭാഷാശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾക്ക് നമ്മളെ കവിതകൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ ഈ ശ്രീനാഥ മാഷിനൊക്കെ എൻ്റെ കവിത എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഷാശാസ്ത്രമാണല്ലോ ഓടിക്കുക, അപ്പോൾ എന്താണ് എൻ്റെ ഭാഷേൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് കാണിച്ചപ്പോൾ അവർ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് തുളുവാണ് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സാർ ഇതൊക്കെ നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യണം, ഇത് തുളുവല്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുക എൻ്റെ ഭാഷ പിന്നെ ഏതാണ് എന്നുള്ള ഭയങ്കര ഒരു ആശങ്കയായിരുന്നു. ഞങ്ങളുടെ ഭാഷയെക്കുറിച്ച് ഞങ്ങളെ ഊരിൽ പറയും നിങ്ങളെ ഒരു കാട്ടുതുളുവാണ്, അതല്ലെങ്കിൽ മർക്കടിയാണ് നിങ്ങളെ ഭാഷേൻ്റെ പേര്, മർക്കോളിയാണ്, അപ്പോൾ അല്ലെങ്കിൽ മാബുലവ് എന്നാണ്. ഇപ്പോൾ ഇത് ഇതാണെന്ന് പറയുന്നതല്ലാണ്ട് അതിൻ്റെ ഏതാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഗോത്രഭാഷയിലുള്ള കവിതകൾ ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഗോത്രഭാഷ എഴുതി അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന നിലയിലൊന്നും എഴുതുന്നില്ല. അപ്പോൾ ഞാനിത് എഴുതുമ്പോൾ നമുക്കറിയാം കഥാകൃത്തായിട്ടുള്ള സി ഗണേഷ് സാർ എന്നോട് പറയേണ്ടത് നീ നിൻ്റെ കവിതകളെ കുറിച്ചിട്ടുള്ളൊരു ആർട്ടിക്കിൾ എഴുതി തരുമോ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഒരു ആർട്ടിക്കിൾ ഈ ഒരു ഭാഷയെക്കുറിച്ച് ഞാൻ എന്താണ് എഴുതേണ്ടത്. എനിക്ക് അത്രയും കവിതകൾ എനിക്കില്ല, ഞാൻ എഴുതി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ 1-2 കവിതകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ ഭാഷയെപ്പറ്റി എന്ത് എഴുതുക എന്നുള്ള ഭയങ്കര ഒരു ആലോചനയാണ്. പക്ഷേ മാഷ് അത്രയും ഗൗരവത്തോട് പറഞ്ഞിട്ട് പോലും എനിക്കത് അപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഈ പുസ്തകം ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയത് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എഴുതിയ എഴുത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും നമ്മളെ ഭാഷയിൽ ഇനിയൊരിക്കലെങ്കിലും ഈ ഭാഷ ഉണ്ട് എന്ന് അടയാളപ്പെടുത്താനെങ്കിലും എൻ്റെ ഒരു ബുക്ക് വേണമെന്നായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ ചിന്ത ശരിക്കും. അപ്പോൾ അവിടുന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു പുസ്തകം വരണം, അല്ലെങ്കിൽ നമ്മളെ എഴുത്തുകൾ ആരെങ്കിലും വായിക്കണം, അതിനെക്കുറിച്ച് പറയണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അതുപോലെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ നിന്നെ തെയ്യം നിന്നെ മഞ്ഞക്കുറി എന്നുള്ള പുസ്തകം വന്ന് അത് കുറേ കാലം അതിനെക്കുറിച്ച് നമുക്കറിയാം. സർവകലാശാലയിൽ ഇങ്ങനെയുള്ളൊരു പുസ്തകം വന്നു പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു പുസ്തകം വന്നിട്ട് അതിന് വേണ്ടത്തൊരു ശ്രദ്ധ അതിന് കിട്ടാതെ പോയല്ലോ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് എനിക്ക്. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല കേട്ടോ. പിന്നീടാണ് ഈ മിരനീര് എന്ന് പറയുന്ന എൻ്റെ സമാഹാരത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ വളരെയധികം അപ്പോൾ എൻ്റെ ഒരു ബേസ് കാരണം അതായത് എങ്ങനെയാണ് ഞാൻ ഈ ഗോത്രഭാഷ ചിലത് 2 തരത്തിൽ നോക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഭാഷയിൽ എഴുതി വിവർത്തനം ചെയ്യുക എന്നുള്ളതിൽ, മലയാളത്തിൽ എഴുതി തുളു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളത്. പക്ഷെ അപ്പോൾ ഭയങ്കര അധികം പ്രയാസം ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യാതെ വളർന്നതുകൊണ്ട് തന്നെ പല വാക്കുകളും നമുക്ക് കിട്ടാണ്ട് പോയി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ വാമൊഴി ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് പരിചയം പാട്ടുകളാണ്. നമ്മുടെ ഗോത്രത്തിനകത്ത് ഉപയോഗിക്കുന്ന ഗോത്ര നൃത്തത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ, തെയ്യത്തിൻ്റെ തോറ്റം വരുന്ന പാട്ടുകൾ, അങ്ങനെ കളിപ്പാട്ടുകൾ, അങ്ങനെയുള്ള ഭാഷയിലുള്ള അതാണ് നമ്മളൊരു ബേസ് പറയുന്നത്. പിന്നീടാണ് ഞാൻ അതിനെ ആ രീതിയിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചർച്ചകളിൽ തിരിച്ചു വരാം. ഇത് സുകുമാരൻ ചാലികതയ്ക്ക് എന്താണ് രൂപത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ ക്ഷണിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ കുറച്ചു നേരമെങ്കിലും കിട്ടിയതിൽ സന്തോഷമുണ്ട്. കവിതയുടെ വേഷം ഞാൻ കണ്ടിട്ടില്ല. കവിതയ്ക്ക് രൂപവും വേഷവും ഇല്ല, സംസാരവും ഇല്ല, അതിന് കൈകളും കാലും ഇല്ല, തലയും ഇല്ല, മൂക്കും ഇല്ല, കണ്ണും ഇല്ല. വേണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അതിന് കാലും കൈയും കണ്ണും മുടിയും ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് കവിത എന്ന ഒരു
കാര്യം. ഈ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സ്റ്റേജിൻ്റെ പേര് അതാണ്, ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമയോടെ നിൽക്കുക എന്നായിരിക്കാം അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒത്തൊരുമയോടെ നമ്മൾ ഒരിക്കലും നിന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നല്ല, പക്ഷേ ഒരു മനുഷ്യനെ ഒത്തൊരുമയോടെ സംസാരിക്കാനും സമാധാനിപ്പിക്കാനും ജീവിപ്പിക്കാനും നടക്കാനും എല്ലാം കഥയെന്ന നോവലെന്ന മറ്റ് പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ, ഭാവങ്ങൾ ഇവയെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ്, ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നത്. എൻ്റെ ഒരു സമൂഹത്തെ നിലനിർത്തിയത് മുഴുവൻ കലയും പാട്ടുകളും കഥകളും കാഴ്ചകളും ഒക്കെയാണ്. എൻ്റെ കാഴ്ചകൾ, ഞാൻ പഠിച്ചു വന്ന കാഴ്ചകൾ എൻ്റെ കാഴ്ചകളാണ്. പക്ഷെ ഞാൻ കണ്ടു വളർന്ന കാഴ്ചകൾ എൻ്റെ കാഴ്ചകളാണ്. എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള കഥയും പാട്ടുകളും എല്ലാവരും ഒരുമയോടെ കൂടി ചേർന്ന് പാടി ആടി നടക്കുന്ന ഒരു മിറ്റത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അവിടെ വന്നപ്പോഴാണ് എനിക്ക് സാഹിത്യത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മനസ്സിലാക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എറിയാറുണ്ട് കവിതയ്ക്കിട്ട്. വളരെ സുന്ദരിയാണ്, നല്ല മുടിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ചില സമയത്ത് കല്ലെടുത്തെറിയും, എല്ലാം മുള്ളെടുത്തെറിയും. ഇവിടെ കുറിഞ്ചി എന്നിട്ടുണ്ട്. കുറിഞ്ചിൻ്റെ അർത്ഥം എന്താ മലയാളത്തിൽ? എൻ്റെ ഭാഷയിൽ കുറിഞ്ചി എന്ന് പറഞ്ഞ മുള്ളാണ്, മുള്ള്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസ രീതികളുണ്ട്. ഈ കവിതയ്ക്ക് അവളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. പല മിനുക്ക് പണികൾ ചെയ്യാനുള്ള സിമെൻറ്റും കമ്പിയും മറ്റ് പലതരത്തിലുള്ള നിറവർണ്ണ വേദ വിഭാഗങ്ങളെല്ലാം ഉണ്ട്. അത് അവൾ നമ്മൾ തരുന്നല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി തേടിയെടുക്കുക. അതാണ് വേണ്ടത്. ഞാൻ പറയാറുണ്ട്, എൻ്റെ പൂക്കളെല്ലാം കാട്ടിലാണ്. ഇതെൻ്റെ ഭാഷയുള്ള നമ്മുടെ മറ്റുള്ള സാഹിത്യത്തിൽ നിന്ന്, മറ്റുള്ള മലയാള സാഹിത്യത്തിൽ ഒരുപാട് വലിയ വലിയ എഴുത്തുകാർ വർണ്ണിച്ച്, കൂടുതൽ സ്ത്രീകളെക്കുറിച്ചാണ് വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. അവൾ കണ്ണെഴുതുന്നതും കാലിലേക്ക് പിന്നെ ഇതിടുന്നതും സിന്ദൂറിടുന്നതും കമ്മലിടുന്നതും ഒക്കെ, അത്തരത്തിലുള്ള വർണ്ണന ഇവളുടെ കയ്യിൽ നമ്മൾ എടുക്കുക. നമ്മൾ പലതരത്തിലും അതിനെ മാറ്റി കമ്മലിനെ വേറെ രൂപമാക്കി, മാലയെ വേറെ രൂപമാക്കി, അങ്ങനെയൊക്കെ മാറ്റി വ്യത്യസ്തമാക്കി എടുക്കുമ്പോഴാണ് ഒരു കാഴ്ച രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ ഒരിക്കലും അറിയാത്ത ഒരുപാട് കാഴ്ചയുടെ ഒരു കുടം, അല്ലെങ്കിൽ ഒരു വീട്, ഒരു പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പത്രത്തിൽ നിന്നാണ്, ആ കാട്ടിൽ നിന്നാണ്, ആ കാട്ടു ജീവിതത്തിൽ നിന്നാണ് ഞങ്ങൾ കേരള കവിതാ ലോകത്തിലേക്ക്, കേരള സാഹിത്യ ലോകത്തിലേക്ക് ഞങ്ങൾ കേരളത്തിലെ 36 ആദിവാസി ഗോത്ര സമുദായങ്ങളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും കഥയുമായും കവിതയുമായും അവരുടെ കാര്യങ്ങളെ, അവർ കാണുന്ന കാഴ്ചകളെ, നിങ്ങൾ കാണാത്ത കാഴ്ചകളെ കാണിച്ചു തരുന്നത്. ഭൂമിയെ പ്രസവിക്കാൻ പറ്റില്ല, പണം അച്ചടിക്കുക. ആരെങ്കിലും ഭൂമിയെ പ്രസവിക്കാൻ പറ്റുമോ? പണം അച്ചടിക്കാൻ പറ്റുമല്ലോ. കീറിയും കളയാം, കത്തിച്ച് കളയാം, വലിച്ചെറിയാം, എല്ലാം ചെയ്യാം. ഇങ്ങനെ ഉണ്ട്. എൻ്റെ പൂക്കളെല്ലാം കാട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം കാട്ടിലാണ്. ആ സൗന്ദര്യത്തിൽ നിന്ന് എല്ലാവരെയും പിടിച്ചിറക്കി പൊതുസ്ഥലത്തേക്ക്. അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരുമയോടെ ഒന്നിച്ച് സന്തോഷത്തോടെ നടക്കാൻ ഞങ്ങളുടെ സാഹിത്യമായി നിങ്ങളോട് ചേരാമെന്ന സമയത്താണ് ഞാൻ അവിടുന്ന് അണിഞ്ഞൊരുങ്ങി നാട്ടിലേക്ക് കടന്നു. പക്ഷേ അവിടെ എൻ്റെ അണിഞ്ഞൊരുക്കങ്ങളൊന്നും ആരും സ്വീകരിക്കാതെ പോയപ്പോൾ ഞാൻ വീണ്ടും ആ അണിഞ്ഞ സാധനം പുറത്ത് വെച്ച് ഞാൻ വീണ്ടും കാട്ടുവേഷം ധരിച്ച് കാട്ടിലേക്ക് നടന്നു പോയത്. എന്നാൽ അങ്ങനെയുള്ളൊരു കവിത നമ്മുടെ പ്രിയപ്പെട്ട കേരള സാഹിത്യ യുവ പുരസ്കാരം നേടിയ, കനകശ്രീ പുരസ്കാരം നേടിയ അശോകൻ മറയൂർ, അവൻ്റെ കവിതയിൽ അങ്ങനെ ഒരു വരിയുണ്ട്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാരനാവുന്നു,
അവിടെ നാട്ടുകാരനാവാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും കാട്ടിലേക്ക് ആ തുണി അയച്ചു വെച്ചിട്ട് ഞാൻ കാട്ടിലേക്ക് തിരിച്ചു പോവുക. അത്തരത്തിലുള്ള വർണ്ണന, പിന്നെ അങ്ങനെയുള്ള വർണ്ണനകളാണ് ഈ കവിത എന്ന ഇതിലുള്ളത്. ഇപ്പോൾ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയം കവിതകളും മറ്റ് ഒരുപാട് വർണ്ണിക്കലൊക്കെയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ആകർഷിപ്പിക്കാൻ വേണ്ടി കവിത, കഥ, നോവൽ ഇത്തരത്തിലുള്ള എല്ലാം സാധിക്കും. നമ്മളെന്തായാലും രുചിയുള്ള ഭക്ഷണം മാത്രമല്ല കഴിക്കുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും കയ്പുള്ള അല്ലെങ്കിൽ എരിവില്ലാത്ത പുളിയില്ലാത്ത ഭക്ഷണം, പുളിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ? എല്ലാവർക്കും കുഴിമന്തി മതി, പിന്നെ ചട്ടിയിലുള്ള മന്തി മതി, പിന്നെ മരത്തിലുള്ള മന്തി മതി, ഇതൊക്കെയല്ലേ. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഇത്തിരി ചമ്മന്തി കിട്ടിയാൽ മതി. അതൊരു കവിതയാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ എന്നും മുറ്റം പഠിക്കാറുണ്ട് രാവിലെ. അപ്പോൾ ഒരുപാട് പൂക്കളെല്ലാം ഇങ്ങനെ ഒലിഞ്ഞു നിൽക്കുക മുറ്റത്ത്, അടിക്കാൻ തോന്നുന്നില്ല. ഈ പൂക്കളെല്ലാം മരത്തിൽ നിന്ന് ചത്തു വീണ പൂക്കളാണ്. ഇവരെ കുഴിച്ചിടണ്ടേ? ഞാൻ അടിച്ചു കൂട്ടി എല്ലാം കൂട്ടിയിട്ട് തീപ്പെട്ടി എടുത്ത് കത്തിച്ചാൽ കളയാറ്. എന്നും മുറ്റത്ത് നിറയെ ഈ ചത്തു വീണ ഇലകളും പൂക്കളും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കവിതയുണ്ട്. അവളിട്ട പൂമരം. ഞാൻ പുഴയിലൂടെ കാട്ടിലെ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഒരു ചെറു പൂവ്, കാട്ടുപൂവ് വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. അപ്പോൾ ഞാൻ അതിനെ വർണ്ണിക്കുകയാണ്. നിങ്ങളാരും, ഇതെൻ്റെ വർണ്ണനയാണ്, എൻ്റെ സമൂഹത്തിൻ്റെ വർണ്ണനയാണ്. പിന്നെ ഒഴുകി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവളിട്ട് തന്ന പൂവാണ്, അവൾ കരഞ്ഞ് ഒഴുകിട്ട പൂവാണ് എന്നാണ് ഞാൻ അതിനെ വർണ്ണിച്ചത്, ആ കവിതേനെക്കുറിച്ച്. അപ്പോൾ ഞാനും കരഞ്ഞതായിരിക്കാം, ചിലപ്പോൾ കരഞ്ഞിരിക്കാം എന്ന് വിചാരിച്ച് അവളെ കിട്ടാതെ ഞാൻ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ കവിത എനിക്ക് തരുന്ന വർണ്ണനകളാണ് ഞാൻ എങ്ങനെ പറയുന്നത്. ഞാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടിയെ കൂട്ടിയിട്ട് ഞാൻ പുഴക്കടവിലൂടെ വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആ പുഴ കണ്ടപ്പോൾ, ആ പുഴയിലെ ഒരു ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴി കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്കൊരു ആശ, ഭാര്യയ്ക്ക്, കെട്ടിയ പെണ്ണിന് ആ പുഴയിൽ തുണിയില്ലാതെ കുളിക്കണം ഒറ്റയ്ക്ക്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാൽ കുളിച്ചോ, ഞാൻ ഇവിടെ ഇരിക്കാം, നീ അവിടെ കുളിക്കുന്നു. ഇവള് ആ കുഴിയിലേക്ക് എടുത്ത് തുണിയില്ലാതെ പിന്നെ വെള്ളത്തിലിറങ്ങി. ആ കുഴിയിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കല്ലാമുട്ടിയൊക്കെ അല്ലേ, നമ്മുടെ കാലൊക്കെ മിനുക്കി വൃത്തിയാക്കുന്ന ബാർബർ ഷോപ്പ്, നമ്മളൊക്കെ മിനുക്കുന്ന ബാർബർക്കാരല്ലേ. അപ്പോൾ ഈ മീനും ഒരു പുഴയിലെ ബാർബറാണ്. കല്ലാമുട്ടി നമ്മുടെ കാലിന് നിങ്ങൾ പൈസ കൊടുത്ത് മുടക്കുന്നതാണ്. ഞങ്ങൾ നീന്തിയിട്ട് പുഴയുടെ അടിയിൽ നിന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കാലൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ ഈ മീൻ വന്നിട്ട് ഇവളുടെ വയറിനെ തൊട്ട് ചോദിക്കുക, നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ, എന്നാണ് നീ ഗർഭിണിയാവുക? ഗർഭിണിയായിട്ട് പ്രസവം കഴിഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ടിട്ട് ഈ കുളത്തിലേക്ക് നീന്താൻ വിടുവോ? ആ കുഴിയിലുള്ള മീനുകൾ അവളുടെ വയറിനെ തൊട്ട് ചോദിക്കുകയാണ്. ഓരോ മീനുകളും, അവിടെ എത്ര മീനുണ്ടോ അവരുടെ കഥകൾ മൊത്തം അവളുടെ വയറിനോട് പറയുക, വേഗം ഗർഭിണിയാവ്, കുഞ്ഞിനെ കൂട്ടിയിട്ട് വാ, ഈ കുളത്തിൽ നീന്ത്, ഞങ്ങളെ കുഞ്ഞിനെ താരാട്ടട്ടെ, താലോലിക്കട്ടെ, അതിന് കടങ്കഥകൾ പറഞ്ഞു കൊടുക്കട്ടെ, പാട്ട് പാടി കൊടുക്കട്ടെ എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു വർണ്ണനയാണ് എൻ്റെ ആദിവാസി കാഴ്ചയിൽ ഞാൻ കാണുന്ന കാഴ്ച. നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല, നിങ്ങൾ കാണുന്നത് ഒരു പിന്നെ എന്താ പറയുക, അതിന് ഒരു വേറെ രീതിയിലുള്ള കാഴ്ചയാണ്. എൻ്റെ ഒറിജിനാലിറ്റിയാണ്. ഞങ്ങൾ ചെയ്തു വന്ന രീതിയും ഞങ്ങൾ അനുഭവിച്ച രീതിയും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ മുങ്ങാൻകുഴി ഇട്ടിട്ട് പോലും മുങ്ങാൻകുട്ടി പുഴയുടെ അടിത്തട്ടിൽ പോയി ചെന്നിട്ട് കല്ലിനോട് ഞാൻ വർത്തമാനം പറയാറുണ്ട്. കുഞ്ഞു മീനുകളോട് ഞാൻ വർത്തമാനം പറയാറുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ മുളയ്ക്കുന്ന ചെടിയോട് ഞാൻ വർത്തമാനം പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു കവിതയാണ് കവിത. അപ്പോൾ കവിത വെറുമൊരു കവിതയല്ല, അവളൊരു മഹാസുന്ദരിയാണ്. അവളെ സുന്ദരിയാക്കേണ്ട കടമ നമ്മളെപ്പോലുള്ള ഒരുമയോടെ നിൽക്കുന്ന മനുഷ്യരായ നമ്മളാണ്.
അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് തിരിച്ചു വരാം. അടുത്തായി നിഷ നാരായണൻ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റിൻ്റെ ഈ പരിപാടിയിൽ ലിറ്റററി ഫെസ്റ്റിൽ ഭാഗമാകുന്നതിൽ ഒരുപാട് സന്തോഷം. കൂടാതെ സുകുമാരൻ്റെയും ധന്യയുടെയും കൂടെ വേദി പങ്കിടാൻ കഴിയുന്നതിലും സന്തോഷം. ആദ്യമേ തന്നെ ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം കവിതയുടെ രൂപം എന്നാണ് ചോദ്യം. നമ്മുടെ ചർച്ചാ വിഷയം തന്നെ കവിതയിലെ ബഹുസ്വരത എന്നുള്ളതാണ്. തീർച്ചയായും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, അശേഷം പോലും പ്രസക്തിയില്ല. കാരണം രൂപഭേദങ്ങൾക്കപ്പുറം പുതിയ പുതിയ ആഖ്യാന രീതികൾക്കും ആവിഷ്കാര രീതികൾക്കും ചിന്തകൾക്കും ടെക്നിക്സിനും ഒക്കെ അപ്പുറം നമ്മൾ കവിതയെ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഞാൻ ചൊല്ലുന്ന കവിത അടുത്ത നിമിഷം ഔട്ട്ഡേറ്റഡായി പോവുകയാണ്. തീർച്ചയായും ഒരു ഒരു രൂപം, കവിതയുടെ രൂപം എന്താണ് എന്ന് തീർച്ചയായും ഒരു കവിയോട് ചോദിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കവിത നിർവചനങ്ങൾക്കുമൊക്കെ ഒരുപാട് നിർവചനങ്ങൾ കവിതയ്ക്കുണ്ട്, ഒരുപാട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും നമുക്ക് തൃപ്തിയില്ല. ഓരോ നിർവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് അപൂർണമായി നമുക്ക് തോന്നുവാണ്. ഏറ്റവും വളരെ പ്രശസ്തമായൊരു നിർവചനം വേർഡ്സ്വർത്തിൻ്റെ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഒത്തിരി നിർവചനങ്ങൾ കവിതയിലുണ്ട് പല ഭാഷകളിൽ. പക്ഷേ ഈ നിർവചനങ്ങൾക്കപ്പുറം സാധാരണ ഒരു മനുഷ്യൻ, ഒരു ലേമാൻസ് വ്യൂവിൽ കവിതയെ നമ്മൾ ഏറ്റവും പുറത്തേക്ക് ഇറങ്ങി നിന്ന്, ഏറ്റവും താഴെ നിന്ന് കവിതയെ കാണുമ്പോൾ കവിത എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് തിങ് ഇൻ ദ വേൾഡ് എന്നാണ് തോന്നാറ്. ഏറ്റവും നിഗൂഢമായ ഒരു സംഗതി, ഒരു സാധനം ലോകത്തിലേക്കും വെച്ച് അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലും പൂർണ്ണമല്ല. അപ്പം ഇതിനു മുമ്പ് രൂപത്തെ പറ്റിയാണ് ചോദിച്ചത്. അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കവിയുടെ കാര്യമാണ്. ഒരു 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ചിലിയിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കനർ പർറ എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെയാണ് പാബ്ലോ നെരൂദയൊക്കെ കവിത ചൊല്ലുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്ന ഒരവസ്ഥയുണ്ട്. തെരുവുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കും. പക്ഷേ ഈ നെരൂദയുടെ കവിതകൾ ജനങ്ങളിൽ ഒരു ഭയങ്കര ഹൈലി റൊമാൻറ്റിസൈസ്ഡ് ആക്കി സമൂഹത്തെ. വളരെയധികം റൊമാൻറ്റിസിസം, മനുഷ്യരുടെയൊക്കെ രക്തത്തിൽ ആ റൊമാൻറ്റിസിസം ഇങ്ങനെ അങ്ങ് കലർന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈലി ഇമോഷണൽ ലാംഗ്വേജ്, പിന്നെ ഈ ഒരു വൃത്തരൂപത്തിലുള്ള റെട്ടോറിക്കൽ ലാംഗ്വേജ്, ഇങ്ങനെ പ്രശംസിക്കുന്ന, പുകഴ്ത്തുന്ന സ്തുതികളൊക്കെ ആയിരുന്നു കവിതാഭാഷ അതുവരെ. ഇതിനെതിരെയാണ് നമ്മുടെ ഈ നിക്കനർ പർറ ഒരു 19 തുടക്കത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രചനാകാലം എന്ന് തോന്നുന്നു അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ വിരുദ്ധ കവിതകളുമായിട്ടാണ് വന്നത്. ആൻറ്റി പോയട്രി എന്നാണ് പറയുക, ആൻറ്റി പോയട്രി. ഇപ്പോൾ ഇങ്ങനെ കവിത ചൊല്ലാനായിട്ട് വേദികളിലൂടെ, നഗരങ്ങളിലൂടെ, തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കും. ഒരു സ്ഥലത്ത് കവിത ചൊല്ലിക്കഴിഞ്ഞ് ഉടനടി അദ്ദേഹം പറയും, ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ്. ഞാൻ ചൊല്ലിയതിനെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയും. അടുത്ത വേദിയിൽ കവിത ചൊല്ലും, ഇത് തന്നെ ആവർത്തിക്കും. കവിതയുടെ അവസാനം ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ്. ഇത് തന്നെ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കും എന്താണ് പറയപ്പോഴൊരു കവി ഇങ്ങനെ പറയുന്നത്. കാരണം കവികൾ സ്വന്തം കവിതയ്ക്ക് ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന വളരെയധികം അത്യാർത്ഥിയുള്ള ആളുകളാണ് കവികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പറയപ്പോഴുള്ളൊരു കവി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിന് ഉത്തരം നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. എന്ന് പറയുന്നത് വളരെ പ്രായോഗികതാവാദിയായ കവിയാണ്. അദ്ദേഹത്തിനറിയാം അദ്ദേഹം ചൊല്ലിയ ഈ കവിത അടുത്ത നിമിഷം അത് ഔട്ട്ഡേറ്റഡായി പോയേക്കാം. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഐഡിയോളജികൾ, പൊളിറ്റിക്സ്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ നിമിഷം ഞാൻ ചൊല്ലി അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രസ് ചെയ്ത എന്തെങ്കിലും അടുത്ത നിമിഷം ഔട്ട്ഡേറ്റഡായി പോയേക്കാം എന്ന് പറയ്ക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ. അപ്പം ഒരു ഉദാഹരണത്തിന് ഈ കവികൾ സാധാരണ ഒരു വരി ഇപ്പം ഒരു മൂണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പം ദ മൂൺ വിച്ച് ഇസ് എ ബ്യൂട്ടിഫുൾ ബൗൾ ഇൻ ദ നൈറ്റ് ഓഫ് ദ ഗാർഡൻ എന്ന് സാധാരണ ഒരു റൊമാൻറ്റിക് കവി എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ദ മൂൺ ഈസ് എ സ്ട്രീറ്റ് ലൈറ്റ് ബാഡ്ലി വയേർഡ് എന്നായിരിക്കും
പറ പറയുക. അതാണ് ഭയങ്കര ഓർണമെൻ്റൽ ലാംഗ്വേജിൻ്റെ ഒരു ഉപയോഗവും പറയുടെ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഐറണിക്കലായിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഒരു ഉപയോഗവും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പം കവിതയിൽ ഇങ്ങനെ ഈ ബഹുസ്വരത ഇങ്ങനെ ഓരോ നിമിഷവും അത് ആശയങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ സ്ട്രാറ്റജികളുടെ കാര്യത്തിലും ഫോമുകളുടെ കാര്യത്തിലും, ഇപ്പോൾ ചോദിച്ചില്ലേ രൂപത്തിൻ്റെ കാര്യം, ഫോമുകളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു കവി ആ കവിതയുടെ കവിതയുടെ രൂപം എന്താണ് എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. ആ കവി അടുത്ത കവിത എഴുതേണ്ടത് അടുത്ത ഫോമിലാണ്, അടുത്ത രൂപത്തിലാണ്, അടുത്ത ആശയത്തിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, രൂപം എന്നല്ല, രൂപങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഒരു കവിക്ക് ഒരു രൂപമേ ഉള്ളൂ എന്ന് ചോദ്യത്തിൽ ഒരു ധ്വനി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കവിതയുടെ രൂപങ്ങൾ എന്തായിരുന്നു എന്ന് തന്നെ ചോദിച്ചത്. നമുക്ക് സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള വളരെ കാൽപ്പനികവും വരേണ്യമായിട്ടുള്ളൊരു ധാരണയാണ് സാഹിത്യം നിഗൂഢമായ എന്തോ ഒന്നാണെന്നുള്ളത്. സാഹിത്യം യഥാർത്ഥത്തിൽ പണിയെടുത്തുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ അംഗീകരിക്കാൻ കുറേ കാലം ബുദ്ധിമുട്ടി. എനിക്കൊക്കെ സമകാലികരായി എഴുതുന്ന ആളുകളാണിപ്പം കവിത എന്താണെന്ന് ചോദിച്ചാൽ പറയാം, കവിത ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കവിത പണിയെടുത്തുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കവിതയുടെ രൂപത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് കവിതയുടെ രൂപം എന്നത് വൃത്തമാണ് അല്ലെങ്കിൽ ആ തരത്തിൽ എന്തോ ഒന്നാണ് എന്ന ധാരണയിൽ നിന്ന് രൂപത്തെ സമീപിച്ചാൽ നമുക്കൊരു പക്ഷേ അതിൻ്റെ എന്താണോ നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ സംഗതികൾ അതിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുക, കവിതയിലെ രൂപം എന്ന് പറയുന്നത് കവിതയിലെ അധ്വാനമാണ്. ആ അധ്വാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കവിതയെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ നമുക്ക് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഉദാഹരണം പറയാം. എസ് ജോസഫ് എന്ന് പറയുന്ന മലയാളത്തിലെ സാഹിത്യ ഭാവുകത്വത്തിൽ വലിയ വിച്ഛേദം സൃഷ്ടിച്ച കവി തൻ്റെ കവിതയിൽ എങ്ങനെയാണ്, എസ് ജോസഫ് എഴുതി തുടങ്ങുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ള കവികൾക്ക് വലിയ ജനപ്രിയതയും ജനകീയതയും ഉണ്ടായിരുന്നൊരു കാലത്താണ്. ആ കാലത്ത് നിന്നിട്ട് തൻ്റെ കവിതയെ സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി താൻ കവിതയിൽ എന്തെന്ത് പണികളെടുത്തു എന്ന് ജോസഫ് എഴുതുന്നുണ്ട്. എസ് ജോസഫ് പറയുന്നത് എൻ്റെ ചില കവിതകളുടെ രൂപം ചരിവാണ് എന്ന് കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് എസ് ജോസഫ് എഴുതുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ കേക എന്ന് പറയുന്ന വൃത്തത്തെ പല രീതിയിൽ പുതുക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഞാൻ ആധുനിക ചിത്രകലയുടെ ചില രൂപങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവന്ന് കവിതയുടെ രൂപത്തിൽ നവീകരണങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഈ നവീകരണത്തിലൂടെ പുതിയൊരു ഭാവുകത്വത്തെ, പുതിയൊരു ആശയത്തെ, അതുവരെ മലയാള സാഹിത്യത്തിന് പരിചയമില്ലാതിരുന്ന ഒരു ലോകത്തെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് എസ് ജോസഫ് എഴുതുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ രൂപം എന്ന് പറയുന്നത് കവിതയുടെ സാഹിത്യത്തിൻ്റെ ചർച്ചകളിൽ അതിൻ്റെ അടിയടരായി പ്രവർത്തിക്കേണ്ടുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. ഗോത്രകവിതകളെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഗോത്രകവിതകളുടെ രൂപം എന്താണ് എന്ന് ഒരുപക്ഷെ നമുക്കതിനുള്ള ഭാഷ ഉണ്ടാവില്ല. മലയാള സാഹിത്യം ഇന്ന് വരെ ഉണ്ടാക്കി വെച്ച ഒരു ലോകത്തിനകത്ത് ഗോത്രകവിതയുടെ രൂപത്തെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല. പക്ഷെ അതിനെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ള ഇടത്താണ് നമുക്ക് ആ കവിതകളിലേക്ക് പൂർണ്ണമായി പ്രവേശനം കിട്ടുകയും അതിലേക്ക് നമുക്ക് പൂർണ്ണമായി ചേർന്നിരിക്കാൻ, ഈ പറയുന്ന പോലെ കൂടെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനോട് ചേർന്നിരിക്കാൻ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ, അത് നമ്മളെപ്പോലെ തന്നെ മറ്റൊന്നാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഒന്നാണെന്ന നിലയിൽ കവിതകളുടെ ബഹുസ്വരത സാധ്യമാവുന്നത് ആ ചർച്ചകളിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ധന്യ വേങ്ങച്ചേരിയോടാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞിട്ട് ചർച്ചയിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് ധന്യ വേങ്ങച്ചേരിയോടാണ് ചോദ്യം. ഗോത്ര ജനത സ്വന്തം സാംസ്കാരിക സ്വത്ത് ഉറപ്പിക്കാൻ തുടങ്ങുന്നത് ഒരു ഗോത്ര മധ്യവർഗം ഉയർന്നു വരുന്നതോടെയാണെന്ന് ചില പഠനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഗോത്ര ജനതയ്ക്ക് അകമേ തന്നെ വിദ്യാഭ്യാസം നേടിയ പുതിയൊരു മധ്യവർഗം ഉദയം ചെയ്തതും അവരുടെ താല്പര്യങ്ങളും ഗോത്ര സാഹിത്യത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? എന്താണ് അതിൽ തോന്നുന്നത്? ഗോത്രത്തിനകത്ത് നിന്നുള്ള ആളുകളെ കുറിച്ച് തന്നെയല്ലേ. ഇപ്പം ഞാൻ മാവിലൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് നമ്മളെ കമ്മ്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഭൂരിഭാഗവും കാസർഗോഡ് ജില്ലയിലാണ്. ഇപ്പോൾ കാസർഗോഡിൽ അഞ്ചോളം ഗോത്ര വിഭാഗങ്ങളുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ കുറച്ചും കൂടിയും ഫോർവേഡായിട്ട് വന്നിട്ടുള്ളൊരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് അത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെല്ലാം നല്ല ജോലിയോടുകൂടി
വരുന്ന ആളുകളുടെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ കൂടുതലാണ്. അപ്പോൾ നേരെ കുറക കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ വരുമ്പോഴത്തേനും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് ഇപ്പോഴും വരാൻ വളരെയധികം പ്രയാസമുള്ളൊരു കമ്മ്യൂണിറ്റി നമുക്കിടയിലുണ്ട് ഇപ്പോഴും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് മറ്റ് ഗോത്ര വിഭാഗങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഗോത്ര സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ, ഈ സാഹിത്യമായിട്ടൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് കാലം, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഗോത്ര സാഹിത്യം എന്ന നിലയിൽ നമ്മുടെ സാഹിത്യത്തെ ഇങ്ങനെ കൊട്ടിഘോഷിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ഉള്ളത് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ പറയുക, ഗോത്ര നൃത്തങ്ങൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ, ആ രീതിയിലുള്ള ഒരു നമ്മളെ സാംസ്കാരികപരമായിട്ട് എല്ലാ കുറച്ച് കാര്യങ്ങൾ ഒക്കെയും അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക ശരിക്കും. ഇപ്പോൾ കൂടുതലും നമ്മളെ എന്താ പറയുക, സജീവമാക്കാനുള്ളൊരു ശ്രമമാണ്. അത് ഭാഷയായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള, അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മളെല്ലാവരും വേണം എന്ന് ആഗ്രഹിക്കുന്ന, അത് വേണം എന്ന് ആഗ്രഹിക്കല്ല, അത് നമ്മുടെ ഒരു അവകാശം കൂടിയാണ്. അതിൽ മുഖ്യധാരയിലേക്ക് എല്ലാവരും ഉള്ളതുപോലെ ഞങ്ങൾക്കും വരിക എന്നുള്ളത് വളരെ ഞങ്ങളുടെ അവകാശമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഞാൻ അടങ്ങുന്ന ആദിവാസി സമൂഹത്തിന് അതിനുള്ള സാഹചര്യം, പല പദ്ധതികളുണ്ട് എങ്കിൽ പോലും അത് ഇപ്പോഴും പൂർണ്ണമായിട്ടും നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പല ദേശത്തു നിന്നും നമ്മുടെ ആളുകൾക്ക് നേരെ ഉണ്ടാക്കുന്ന അതിക്രമങ്ങളായിക്കോട്ടെ, പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള നിഷേധമായിക്കോട്ടെ. ഇപ്പം നമുക്കറിയില്ല, ഈ ഗ്രാൻഡിൽ എത്രയായി കിട്ടാതെ എത്ര ഗവേഷക വിദ്യാർത്ഥികളാണ്. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പഠിക്കണം അല്ലെങ്കിൽ പഠിച്ചൊരു ജോലി നേടണം, ആത്യന്തികമായിട്ടൊരു മനുഷ്യനെന്ന നിലയിൽ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെത്ര മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പല തരത്തിലുള്ള തടസ്സങ്ങളാണ് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ ഗ്രാൻസ് ഇല്ല, അതുപോലെ അതിനുവേണ്ടി എത്രയോ പേര് അതിൻ്റെ പുറകെ നടക്കുന്നു, സമരം ചെയ്യുന്നു, എന്നിട്ടും വലിയ കാര്യം ഒന്നും, വലിയ രീതിയിലുള്ളൊരു കാര്യം. പല സുഹൃത്തുക്കളും പഠനം ഉപേക്ഷിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടുന്നതും എല്ലാ തരത്തിലുള്ള ഒരു പിൻബലമാണ്. അത് ഇത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് എല്ലാവരും, നിങ്ങൾക്ക് സംവരണം ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ജോലിയൊക്കെ കിട്ടുമല്ലോ എന്നുള്ളതാണ് പറച്ചിൽ. പക്ഷെ അതൊന്നും നമുക്കറിയാം, അതൊന്നും ഇപ്പോഴും ഇപ്പം ഞാൻ എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്നൊരു വലിയ സമൂഹം എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നല്ല. അതിന് പ്രതിസന്ധിയായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഊരിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ അധികവും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റേന്ന് മാത്രമല്ല, മറ്റ് കേരളത്തിലെ മറ്റ് ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ഊരുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളെ മക്കളെന്നും ഇപ്പോൾ നമുക്ക് അറിയാം, ഒരു +1 +2 കഴിഞ്ഞാൽ പിന്നെ ആരും പഠിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും വളരെ ചുരുക്കം ചിലർ മാത്രമാണ്. ഇപ്പോൾ MRS പോലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലോ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലോ ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം കിട്ടുന്ന കുട്ടികൾ വളരെ കുറച്ചായിരിക്കും. പക്ഷേ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഊരിലേക്ക് തിരിച്ചു വന്നാൽ പിന്നീട് അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ വേണമെന്ന് നേടാൻ ഉള്ള സാഹചര്യം അവർക്കില്ല. ഒരു പിന്തുണ നമ്മുടെ കുടുംബത്തിനകത്തു നിന്നും കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ശരിക്കും വെച്ചാൽ ഇപ്പോൾ അധികവും മദ്യവും മയക്കുമരുന്നും മറ്റ് രാസലഹരികളിലും ഒക്കെ അടിമപ്പെട്ട് പിന്നെയും പിറകിലേക്ക് പോകുന്ന ഒരു സമൂഹവും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഒരു വേവലാതി പറയേണ്ടതെന്ന് ശരിക്കും എനിക്കറിയില്ല. കാരണം ഇതെല്ലാം കൂടെ നിന്നിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എഴുത്തിനെ കുറിച്ച് പറയുന്നത്. ഈ എഴുത്തിൽ പലപ്പോഴും പലരും എഴുതുന്നത് അവരുടെ തന്നെ വിഷമങ്ങളാണ്. ഇതിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും അവകാശങ്ങളുടെ കാര്യങ്ങളായാലും ഭൂമി ലഭിക്കാത്തതിൻ്റെ കാര്യങ്ങളായാലും, ഇപ്പോൾ ശിവലിംഗനായാലും അതേപോലെ ലിജിനെ ആയാലും
ഇപ്പോൾ പ്രകാശ് ചന്ദള ആയാലും എല്ലാവരും എഴുതുന്നുണ്ട്. ഇവരുടെ എഴുത്തുകൾ ഒരു പക്ഷേ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് വെറുമൊരു ഒച്ചയായിട്ടല്ല, വെറുമൊരു കവിത ആ പറച്ചിലായിട്ടല്ല കാണുന്നത്. കാരണം നമ്മുടെ ഒരു സ്പേസ്, നമുക്ക് പറയാനുള്ളൊരു സ്പേസായിട്ട് കവിതയെ മാറ്റുന്ന ഒരു സമൂഹം കൂടിയാണ് ഈ പ്രത്യേകിച്ചും ഗോത്ര കവിതകൾ എഴുതുന്നത്. പലതരത്തിലുണ്ട്. പലരും ഗോത്രത്തിനകത്തുനിന്ന് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പുറത്തുനിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്? പലപ്പോഴും ഒരൊറ്റ ഗോത്ര കവിത പറയുമ്പോൾ അവരെ ഭാഷയെക്കുറിച്ച് പറയുന്നു, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഇതൊക്കെ കവിതയിൽ വരുന്നു, പ്രകൃതിയെക്കുറിച്ച് കവിതയിൽ വരുന്നു. പക്ഷെ ഇത് കേവലം ഒരു എന്താ പറയുക, കവിതയ്ക്ക് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായിട്ടല്ല കണ്ടത്. നമുക്ക് പറയാനുള്ള പറച്ചിലുകളായിട്ട് ഈ കവിതയെ ഉൾക്കൊള്ളണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വഴിതെറ്റി അങ്ങോട്ടോ പോയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയും ഇപ്പോൾ കുറച്ചും കൂടിയും സജീവമായിട്ട് നമ്മൾ ഇതിനെ സംരക്ഷിക്കാനൊക്കെ വരും. നമുക്കറിയാം പലപ്പോഴും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ആചാരാനുഷ്ഠാനത്തിലും അതിൽ തെറ്റുകളുണ്ട്. സ്വീകരിക്കേണ്ടതല്ലാത്തതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ കാലങ്ങളായിട്ട് പിന്നെ എന്താ പറയുക, ഒരു ഏകദേശം 90-കളിൽ 70-കളിലൊക്കെ തന്നെ ഏകദേശം നമ്മൾ സംസ്കാരപരമായി പ്രത്യേകിച്ചും ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളെ ഭാഷയെ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിൽ ആ ഭാഷയിലൂടെ ഈ ഭാഷ എഴുതുന്നതിലൂടെ പറയുന്നതിലൂടെയൊക്കെ തന്നെയും നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എന്താ പറയുക അവതരിപ്പിക്കാനുള്ളൊരു സ്പേസായിട്ട് കൂടി നമ്മളെ എഴുത്തിനെ കാണുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സാമൂഹ്യ ജനാധിപത്യത്തെ മുൻനിർത്തി സാഹിത്യത്തെ സ്ഥാനപ്പെടുത്തേണ്ടതുണ്ട് എന്നും സമൂഹം സാഹിത്യത്തെ മാത്രമല്ല സാഹിത്യം തിരിച്ച് സമൂഹത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുകൂടിയാണ് അതിനെ വെങ്ങച്ചേരി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം സുകുമാരൻ ചാലികതയോടാണ്. ഗോത്ര കവിതകളുടെ നിങ്ങൾ 10 മിനിറ്റോടെ ശ്രമിച്ചാൽ നമ്മൾ അതിൽ തുറന്നു വിടും. അപ്പോഴേ അതിൽ ഇപ്പം നിലവിൽ അതിനെ നിർവാഹമുള്ളൂ. സുകുമാരൻ ചാലികതയാണ് ചോദ്യം. ഗോത്ര കവിതകളുടെ പൊതു പരിസരത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഭാഷാഘടനകളെ കവിതയിലേക്ക് കൊണ്ടുവരാൻ സുകുമാരൻ ചാലികത ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോൾ തന്നെ ഗോത്ര ജീവിതത്തോട് എങ്ങനെ ആഴത്തിൽ തൻ്റെ കവിതകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് താങ്കൾ പറയാൻ ശ്രമിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കവിതകൾ അച്ചടിച്ച് വരുമ്പം ഈ അച്ചടി മാധ്യമത്തിൻ്റെ ഒരു പരിമിതി കവിതയെ ചുരുക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ശബ്ദങ്ങൾ, ഒച്ചകളൊക്കെ കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന കവിതകളാണ്. അപ്പം അച്ചടി മാധ്യമത്തിലേക്ക് എത്തുമ്പോൾ ഈ ശബ്ദങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശബ്ദം ഇല്ലാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു പരിമിതിയായി തോന്നിയിട്ടുണ്ടോ? സ്വന്തം കവിതകളെ മുൻനിർത്തി അവതരണ കവിതയുടെ സാധ്യതകളിലേക്ക് കവിതകളെ വികസിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കവിതകളെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? സമയപരിമിതിയുണ്ട്, ചുരുക്കി സംസാരിക്കണമെന്നുണ്ട്. ഞാൻ ചെറിയ സംസാരിക്കുന്നുള്ളൂ, സമയമില്ല. എൻ്റെ കവിത, ഞാൻ എഴുതിയ കവിത എൻ്റെ കവിതയല്ല, അത് വായനക്കാരുടെയാണ്. അവർക്ക് ഇഷ്ടം പോലെ അത് കറി വെച്ചോ നല്ല രുചിയായിട്ടോ മണമായിട്ടോ ഇഞ്ചിയിട്ടോ പുളിയിട്ടോ അവർക്ക് ഇഷ്ടം പോലെ വായിക്കാം, പിന്നെ കഥ പോലെ പറയാം, അല്ലെങ്കിൽ പാട്ട് പാടി കൊടുക്കാം, ആ രീതിയിലൊക്കെ ചൊല്ലിക്കോളൂ. അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ വേറെ ആരെയും അനുകരിക്കില്ല. എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ഞാൻ പലതരത്തിലും എഴുതും. എൻ്റെ ഒറിജിനാലിറ്റി ശബ്ദങ്ങളാണ്, പെർഫോമിങ് പോയട്രിയാണ്. അത് മാത്രമല്ല, അല്ലാത്ത കവിതയും ഞാൻ എഴുതും. എനിക്ക് ഇഷ്ടമുള്ള കവിത ഞാൻ എഴുതും. ആ കവിതയ്ക്ക് ഞാൻ പല ഭാവത്തിൽ രൂപം കൊടുക്കും. പക്ഷേ എന്നാലും
അവൾ എനിക്ക് മുഖം തരാണ്ട് മറഞ്ഞിരിക്കും. വീണ്ടും ഞാൻ പുതിയ കവിത എഴുതും. അങ്ങനെ എഴുതും. ഞാൻ ഒരു കവിത ചൊല്ലി നിർത്തിക്കോളാം. താങ്ക് യു. കവിതയുടെ പേര് കാട്ടുമീൻ. ആരോ വിളിക്കുന്ന പോലെ, ആറ്റുമണൽ ചിരിക്കുന്ന പോലെ, ആഴങ്ങളാഴങ്ങളഴകിയായി അടുത്തടുത്തു ചേരുന്ന പൂനിലാവ്. പൂവേ കളി തെറ്റിയ കാറ്റു കണ്ടോ, കണ്ണിലെ കടുകരി ചോറുമുണ്ടോ. പൂവേ കളി തെറ്റിയ കാറ്റു കണ്ടോ, കണ്ണിലെ കടുകരി ചോറുമുണ്ടോ. ഇളവയിലാടിയ തണലു പറ്റി ആരോ ഇന്നലെ വിളിച്ച പോലെ. കുടകിലെ കൂവളം കൂവാൻ വന്നു, വയൽ കിളി പുള്ളുകൾ മീശ വെച്ചു. വെളുത്തിരിക്കും പുളി പുള്ളി കാട്ടുമീനെ, കാട്ടുമീൻ കോരുന്ന വല കൊടുത്തോ, കാട്ടുമീൻ കോരുന്ന വല കൊടുത്തോ. വേനൽ വളർത്തുന്ന പൂച്ചെടിയെ പുതുമഴ കണ്ണാടി നോക്കി വെച്ചോ. ആലില നിറുകയിൽ ചൂളം വിളി വിളി ആമൈന കാടുകൾ പൂത്തുലഞ്ഞു, ആമൈന കാടുകൾ പൂത്തുലഞ്ഞു. ആമ്പൽ പടർത്തിയ നാട്ടിൽ ആരോ വിളിക്കുന്ന പോലെ, ആയിരം നെല്ലികൾ മധുരിക്കും മനസ്സിൽ മായാത്ത കനവുകൾ മക്കളായി, മായാത്ത കനവുകൾ മക്കളായി. ഓരോ വിളക്കിൻ്റെ പൂത്തിരികൾ പുലിക്കണ്ണു പോലങ്ങ് കാത്തിരുന്നു. മീൻ കണ്ണിലുടയുന്ന കാട്ടരുവി എത്താത്ത കൊമ്പില് ഭൂമി നട്ടു, എത്താത്ത കൊമ്പില് ഭൂമി നട്ടു. ചെറു ചെറുതായാലും വലുതായാലും മടിക്കെട്ടി നിറച്ചൊരു കാട്ടുപഴമേ, പനമുടിയോലയ്ക്ക് പാട്ടെഴുതാൻ ആരോ വന്നെന്നെ വിളിച്ച പോലെ, ആരോ വന്നെന്നെ വിളിച്ച പോലെ. നേരം വെളുക്കെട്ടെ കാട്ടുമീനെ, നീന്താൻ പഠിക്കുന്ന നേരമായി. പണമൊട്ടും മരമൊട്ടും മിണ്ടുന്നില്ല, പാൽച്ചുരമാനിനെ കണ്ടതില്ല കാട്ടുമീനെ. ഇനിയുള്ള കാട്ടിലെ നീർമഴയോ, ഇനിയുള്ള പുഴയിലെ പൂത്തുമ്പിയോ, പിടിതരാതെ പിടിതരാതെ പീലികളാട്ടുന്ന മലമയിലോ. കാട്ടുമീനെ, കാട്ടുമീനെ. താങ്ക് യു. അടുത്ത ചോദ്യം നിഷാനാരായണനോടാണ്. നമ്മൾ ഉത്തരാധുനിക കാലത്തെ പൊതുവിൽ പുരോഗമനപരമായിട്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കവിതയിൽ ഗവേഷണം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിന് പുറത്ത് നിൽക്കുന്ന, അതിനപ്പുറത്തേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കേണ്ടുന്ന ധാരകൾ ഉത്തരാധുനികമെന്ന് വിളിക്കപ്പെട്ട കാലത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഉത്തരാധുനികമെന്ന് വിളിക്കപ്പെട്ട കാലത്തെ മലയാള കവിതയിലെ യാഥാസ്ഥിതികവും വരേണ്യവുമായിട്ടുള്ള ധാരകളെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ താങ്കളുടെ പടിഞ്ഞാറ്റേക്കുളം, പ്രതിലോമം മുതലായ കവിതകൾ ഒരു യാഥാസ്ഥിതിക രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് എന്ന വിമർശനത്തെ എങ്ങനെ നോക്കിക്കാണും? ഒരിക്കലും ഒരു യാഥാസ്ഥിതിക രാഷ്ട്രീയത്തെ അല്ല പടിഞ്ഞാറ്റക്കുളവും പ്രതിലോമവും ഒക്കെ ഉന്നയിക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. അത് കവിത എന്ന് പറയുന്നത് ഒരു റീഡിങ് പെർസ്പെക്റ്റീവ് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്.
ഓരോ വ്യക്തിയുടെയും റീഡിങ് സെൻസിബിലിറ്റി അനുസരിച്ചാണ് കവിത വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കവിത എന്ന് പറയുന്നത് ഏറ്റവും നിഗൂഢമായ ഒന്നാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോഡറേറ്റർ അത് ഏറ്റവും പഴഞ്ചൻ ചിന്താഗതിയാണെന്ന്. ഒരിക്കലും അല്ല അത്. കാരണം കവിത എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിക്കാത്ത, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിട്ട് നിൽക്കുമ്പോഴാണ് കവിതയുടെ ആ ക്യൂരിയോസിറ്റി കൂടുന്നതും കവിതയെപ്പറ്റിയുള്ള കവിതയുടെ ചർച്ചാ മുഖം എപ്പോഴും ശബ്ദമുഖരിതമായി നിൽക്കുന്നതും അങ്ങനെയാണ്. ഇപ്പം പദ്യകവിതകൾ, ഒരു ഗദ്യം പദ്യം, ആ ഒരു ചർച്ച ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെയുണ്ട്. പക്ഷേ 1935 തേവാടി ടി കെ നാരായണക്കുറുപ്പാണ് ആദ്യത്തെ ഒരു ഗദ്യ കവിതാ പുസ്തകം മലയാളത്തിൽ ഇറക്കിയത്. അതിൽ ഒരുപാട് കുറച്ച് ഗദ്യ കവിതകളും മുക്തകങ്ങൾ എന്ന് പേരുള്ള കുറച്ച് ഗദ്യ ഖണ്ഡങ്ങളും ആ കവിതയിലുണ്ട്. വളരെ മനോഹരമായ ഒരുപാട് ഒന്നാം തരം പ്രയോഗങ്ങളുടെ ഒരു പുസ്തകമാണ്, ഗദ്യത്തിൽ തന്നെയുള്ള. അപ്പം അതിനകത്തെ ഒരു കവിത ഇങ്ങനെയാണ്: നിശ്ചലമായ തടാകത്തിൽ മഴത്തുള്ളി വരച്ച ചെറിയ വൃത്തത്തെ മാച്ച് വലുതാക്കുന്ന ആ അദൃശ്യകരങ്ങൾ എൻ്റെ ഹൃദയമാകുന്ന ചെറിയ വൃത്തത്തെ വലുതാക്കി അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി രേഖയാക്കുന്നത് എന്നായിരിക്കും. അത് ആത്മഗീതത്തിലെ ഒരു ഗദ്യ ഖണ്ഡികയാണ്, അത്രയും ഒരു ഗദ്യ വരിയാണ്, അത്രയും നീളത്തിലുള്ള ഒരു വരിയാണ്. നിശ്ചലമായ തടാകത്തിൽ ഒരു മഴത്തുള്ളി വരച്ച ചെറിയ വൃത്തത്തെ മാച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആ അദൃശ്യകരങ്ങൾ എൻ്റെ ഹൃദയമാകുന്ന ചെറിയ വൃത്തത്തെ വലുതാക്കി അന്തരീക്ഷത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി രേഖയാക്കുന്നത് എന്നായിരിക്കും. അതുപോലെ മറ്റൊരു ഗദ്യ ഖണ്ഡമാണ് അതിനകത്ത്, ഒരു മുത്തകം പോലെ. നിത്യതയിൽ നിന്ന് അനിത്യതയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ഒരു നീർക്കുമിള തല വലിച്ചു കളഞ്ഞു. നിത്യതയിൽ നിന്ന് അനിത്യതയിലേക്ക് എത്തി നോക്കിയിട്ട് ഒരു നീർക്കുമിള തല വലിച്ചു കളഞ്ഞു. അപ്പം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ 1935 എഴുതിയ ആ ആത്മഗീതം എന്ന തേവാടി ടി കെ നാരായണക്കുറുപ്പിൻ്റെ ആ ഒരു പുസ്തകം തന്നെ വീണ്ടും 1975 2ാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആമുഖം എഴുതിയത് പി ദാമോദരൻ പിള്ളയാണ്. ആ പി ദാമോദരൻ പിള്ള അതിനകത്ത് വ്യക്തമായിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് ഗദ്യത്തിൽ വൃത്തമില്ലെന്ന് പറയുന്നവർക്ക് പറ്റുന്ന അബദ്ധം ഈ ഗദ്യഭാഷയിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ഒരുപാട് എഴുതി നിറയ്ക്കാമെന്ന ഒരു തോന്നലാണ്. നിസർഗമോഹനവും ആലാപ മനോജ്ഞവുമായ വൃത്തം ഗദ്യത്തിലുണ്ട്. വളരെ വ്യക്തമായി ആ ആത്മഗീതത്തിൻ്റെ മുഖവുരയിൽ ശ്രീ പി ദാമോദരൻ പിള്ളൈ അത് എഴുതിയിട്ടുണ്ട്. അപ്പം ഗദ്യപദ്യ കവിതകൾ അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള ജോണറിലുള്ള കവിതകൾ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ പണ്ടേ അവസാനിപ്പിക്കേണ്ട ഘട്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ സെൻസിബിലിറ്റി അനുസരിച്ച്, അവൻ്റെ രീതി അനുസരിച്ച് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒന്നിനെ കണ്ടുപിടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നത്. കാരണം കവിത എസ്രാ പൗണ്ട് പറഞ്ഞിട്ടുണ്ട്, കവിതയിലെ വൃത്തത്തെ അങ്ങ് പറത്തി വിട്ടേക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസ്രാ പൗണ്ടൊക്കെ കവിതയിൽ ഒരു ഫ്രീ വേഴ്സിനെ കൊണ്ടുവന്ന ആളാണ്. ഇംഗ്ലീഷ് കവിതയിലൊക്കെ ഫ്രീ വേഴ്സിനെ കൊണ്ടുവന്ന ആളാണ്. ഇപ്പം ഗദ്യ കവിതകൾ ഒരുപാട് ധാരാളം വരുന്നുണ്ടെങ്കിലും പദ്യത്തിലും കവിത എഴുതുന്ന ആൾക്കാരുണ്ട്. നന്നായി, വളരെ നന്നായിട്ട് ഏറ്റവും പുതിയ രീതിയിൽ, അതായത് ഒരു ടെക്നിക്കാണ് അതിനകത്ത്. പദ്യകവിത എന്ന് പറയുമ്പം പുരാതനമാണ്, വൃത്തത്തിലുള്ളതാണെന്നുള്ള രീതിയിൽ അതിനെ മോശപ്പെട്ടതെന്ന് നമ്മൾ തള്ളരുത്. അതിനകത്ത് ടെക്നിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്രാഫ്റ്റാണ് പ്രധാനം. ഇപ്പം പദ്യകവിത തന്നെ വളരെ മനോഹരമായി എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിലൊക്കെ ഒരുപാട് നല്ല പദ്യകവിതകൾ വരാറുണ്ട്. അപ്പം ഒരു ഡിമാർക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒന്നിനെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലിട്ട് പൂട്ടേണ്ട ആവശ്യമില്ല. കവിത എന്ന് പറയുന്നത് പറത്തിവിടലാണ്. എസ്രാ പൗണ്ട് പറഞ്ഞ പോലെ പറത്തിവിടലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു കവിത വായിച്ചോട്ടെ. ഗൂഢം എന്ന കവിതയാണ്. ഗൂഢം. ഒരു മാസത്തോളമായി അയാളെ തന്നെ ഓർക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ഈ സമയം വരെയും പലതവണ ഓർത്തു. പതുക്കെ വാതിൽ തുറന്നു. പകലായോ? ഇല്ല. രാത്രിയിലേക്ക് വെളുപ്പ് പടർന്ന പോലുള്ള എന്തോ ഒന്ന്. കുറച്ചു മുൻപൊരു കാറ്റ് വന്നു കാണും. മുറ്റം നിറയെ കരിയില. 3-4 പക്ഷികളുടെ ഒരു കൂട്ടം പടരുന്ന വെളുപ്പിലേക്ക് പറക്കുന്നത് കണ്ടു.
ഇരുട്ടു തുളച്ച് ഒരു മണിയടി ശബ്ദം. പാൽക്കാരനോ പത്രക്കാരനോ? പത്രമാണ്. പത്രത്തിലെ 4-ാം പേജിൽ അയാളുടെ മുഖം. പത്രത്തിലെ 4-ാം പേജിൽ അയാളുടെ മുഖം. അയാളാണോ? അല്ല. അതുപോലിരിക്കുന്ന അതേ താടിക്കുഴി പോലുമുള്ള ആരോ ഒരാൾ വീണ്ടും അയാളെപ്പറ്റി ഓർക്കാൻ തുടങ്ങി. അയാളുടെ നാട്, വീട്, വീട്ടിലേക്കുള്ള വഴി. വെളിച്ചം പടർന്നു മുഴുവനായി. തൂവെട്ടം. പക്ഷികൾ ഇപ്പോൾ ഏതോ വൃക്ഷത്തലപ്പിലേക്ക് പറക്കുകയാണ്. വളവ് തിരിഞ്ഞ് ആരോ വരുന്ന ഒച്ച. സ്ത്രീയോ പുരുഷനോ? പുരുഷനാവും. ആണ്. വേഗത്തിൽ നടന്നു വരികയാണ്. ശരിക്കും അയാളുടെ നടത്തം പോലെ. അതുപോലാണോ? അല്ല. ഇടതുവശം വലിച്ചു വെച്ച പോലൊരു നടത്തം. അയാളുടെ വഴികൾ, നടവഴികൾ. അയാളുടെ വീട്ടിലേക്ക് 2 വഴികളുണ്ട്. അവയിലെ കുറുക്കുവഴി, ചെന്ന് കയറുന്ന ചായ്പിൻ്റെ വരാന്ത, ചായ്പിലെ അയാളുടെ സ്ഥിരം മേശ, കസേര. വഴിയോട് പുറംതിരിഞ്ഞ് കസേരയിൽ അയാൾ ചാഞ്ഞിരിക്കുന്നു. വഴിയോട് പുറംതിരിഞ്ഞ് കസേരയിൽ അയാൾ ചാഞ്ഞിരിക്കുന്നു. അതിദ്രുതം നീങ്ങുന്ന വിരലുകൾ എന്തോ എഴുതുകയാണ്. അയാളുടെ വിരിഞ്ഞ പുറം, തുറ്റ് തലമുടി, ചുവന്ന ചെവിത്തുമ്പ്, വേർപ്പിറ്റുന്ന പുറംകഴുത്ത്, ചെറിയ തല. നെറുകയിൽ തൊട്ടൊരു വാരം മാടി. പിൻമുടിയിലൊരെണ്ണം മാറിയപ്പോൾ കണ്ടൊരു പൊട്ടുമറുകിനെ താലോലിച്ച് ചെവിയുടെയും മുടിയുടെയും ഇടവഴിയിലൂടെ കഴുത്തിലോട്ടെത്തി ഹൃദയത്തിലേക്ക് പാഞ്ഞുപോകുന്ന ജുഗുലർ വെയിനിനെ മുറുകെ തഴുകിത്തലോടാൻ ഒരു സർജിക്കൽ ബ്ലേഡ് കയ്യിലെടുത്തു. വെളിച്ചം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മുറിയിലേക്ക് തിരിച്ചു കയറി പാതി തീർത്ത പുസ്തകം വായിച്ചു തുടങ്ങി. റിച്ചാർഡ് ഹിലാരിയുടെ ദ ലാസ്റ്റ് എനിമി. നന്ദി. പരിഭാഷ മാത്രം വായിക്കുന്നു. ഗോത്രഭാഷയുടെ. ചാവിനപ്പുറം. പെട്ടെന്നൊരു കാറ്റിൽ അറ്റുപോകുന്നൊരില പോലെ, കായ പോലെയാണൊരു പ്രാണൻ. മുത്തശ്ശി പോയപ്പോൾ അങ്ങനാണ് തോന്നിയത്. കിടന്ന കിടപ്പിൽ ആരും കാണാതെ വച്ചു നീട്ടുന്ന സ്നേഹത്തിൻ്റെ പങ്കിൽ മൂത്രച്ചൂരടിക്കും. തട്ടുംപുറത്തെ കാലനക്കങ്ങളുടെ താളത്തിൽ ഒറ്റയ്ക്ക് കൊയ്ത് കെട്ടുകളാക്കിയ നാട്ടിപ്പാട്ട് മെതിച്ചു തീർക്കും. കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും സ്പർശം കൊണ്ടും ഇനി ഒരിക്കലും തൊടാനാവാത്ത വിധം അവരിനി ഉണ്ടാകില്ലെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ചില്ലുഭരണിയിൽ ഉപ്പിലിട്ട രുചികളെ പോലെ ഓർമ്മകൾ നമ്മളെ വന്നു നുള്ളും. മുത്തശ്ശി പോയ ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒതുങ്ങിയ കരച്ചിലുണർന്നു. നാമം ജപിക്കും മോളെ, മുത്തശ്ശിക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന്. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എൻ്റെ കാതുകൾക്ക് അജ്ഞമായിരുന്നത്, എൻ്റെ നാവിനരുചിയായത്. ജപമറിയാത്ത ഉരുവിടാത്ത എൻ്റെ തൊണ്ട വരണ്ടു, നാവ് പുകഞ്ഞു, പൊതിഞ്ഞു നിന്ന തണുപ്പിൽ ഞാൻ വിയർത്തു. അടച്ചുവെച്ച മൺപാത്രത്തിൽ മുത്തശ്ശി ഉറങ്ങി. ജലമെത്തയിൽ വീണ്ടും ഒഴുകാൻ കാത്തുകിടന്നു. മൺകലത്തിൽ ഉറങ്ങുന്ന മുത്തശ്ശിയെ ഒരിക്കലും കൈവിടാതെ വീടിൻ്റെ കഴുക്കോലിൽ കെട്ടിത്തൂക്കാൻ ഞാൻ കൊതിച്ചു. ഞങ്ങളിൽ നിന്നും ഒഴുകി അകലാതെ പാതിയുറഞ്ഞു തുള്ളുന്ന അണങ്ങായി കുടിയിരുത്താൻ വിങ്ങി. പക്ഷേ മുത്തശ്ശി ഒഴുകി, പക്ഷേ മുത്തശ്ശി ഒഴുകി. സദസ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടെങ്കിൽ, ചുരുങ്ങിയ സമയമുള്ളൂ, ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 എണ്ണം നമുക്ക് സമയം കണ്ടെത്താം. ചുരുക്കി അവതരിപ്പിക്കണേ. ഇപ്പോൾ നമ്മൾ കവിത, അതേപോലെ തന്നെ ഗോത്രസങ്കല്പങ്ങൾ, ഇതൊക്കെ തന്നെ ഭാഷയിൽ കൂടെ മാത്രമല്ലല്ലോ സന്നിവേശിക്കുക.
കടന്നു വരുന്ന സമൂഹങ്ങളിലേക്ക് അത് മറ്റുള്ള ബിംബങ്ങൾ, ചിത്രകല, സാഹിത്യം, ശില്പകല, ഇതിലൂടെയൊക്കെ സന്നിവേശിക്കുമല്ലോ. അപ്പം മൺമറഞ്ഞു പോയ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ മൺമറഞ്ഞു പോയ ഭാഷകളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് ഡെക്കാനിലും ഈ വിന്ധ്യ ഗഡ്സിലും സഹ്യ ഗഡ്സിലൊക്കെ തന്നെയുള്ള ഗോത്ര ഭാഷകൾ പലതും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ തന്നെ അപ്പോൾ അതിൽ തന്നെ ഇത് സംരക്ഷിച്ച് വെക്കാനുള്ള എന്താണ് സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിച്ചത്? ഇത് മുൻകാല ഗോത്ര അറിവുകളല്ല ഇപ്പോഴത്തെ ഗോത്ര അറിവുകൾ. അതിൽ പലതും കലർന്നുകൊണ്ട് തന്നെ പുതിയൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു 18ാം നൂറ്റാണ്ടിലെ അവസാന ഘട്ടത്തിലോ അല്ല 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിലോ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങൾക്കുള്ള അറിവുകളല്ല പഴയകാല അറിവുകളും പുതിയ അറിവുകളും. ഇതൊരു സംരക്ഷിത മേഖലയിൽ എവിടെ അത് സംരക്ഷിക്കപ്പെട്ടത്? പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു അറിയാൻ വേണ്ടി ചോദിക്കാട്ടോ, അങ്ങനെ വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഭാഷകൾ കൂടെ മാത്രമല്ലാതെ വയനാടൻ കാടുകളിലോ അല്ലെങ്കിൽ തന്നെ സഹ്യ ഗഡ്സിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ചിത്രകലകളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇവരുടെ ആചാരങ്ങളും ഇവരുടെ നൊസ്റ്റാൾജികളും ഇവരുടെ വേദനകളും ഇവരുടെ ഗോത്ര അറിവുകളും ഇത് സംരക്ഷിക്കപ്പെട്ടത് എവിടെയാണ്? വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു ചോദ്യമല്ല, ഇത് അറിയാൻ വേണ്ടിയുള്ള ഒരു അവകാശത്തിന് വേണ്ടി ചോദിച്ചതാണ്. ആരോടാണ് ചോദ്യം എന്നുള്ളതെന്ന് വ്യക്തം. ചോദ്യം സാസിനോടാണ്. ഇതിൽ അറിയുന്ന ആൾക്കാർ എനിക്ക് മറുപടി തരും, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പിന്നെ ഭാഷയും അനുഷ്ഠാനവും മന്ത്രങ്ങളും പിന്നെ കൂടോത്രങ്ങളും എല്ലാം ഇപ്പോഴും സംരക്ഷിതമാണ്. നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാണല്ലോ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സംസാരിച്ച് അത് ഒരു സംരക്ഷണ പുസ്തകമായി ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ സാർ ചോദിച്ചല്ലോ, പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എഴുത്തിപ്പോൾ കുറേയധികം ഡിക്ഷണറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാക്കുകളെ കുറിച്ച് പറയുകയാണ്. അതുപോലെ ഇപ്പോഴും അധികം പുസ്തകങ്ങളൊക്കെ ആയിട്ട് പല ഗോത്രത്തിനകത്തു നിന്നുള്ള ആളുകൾ ഇതിനെ അവരുടെ അറിവുകൾ പുസ്തകമാക്കിയിട്ട് അച്ചടിച്ചിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് പല വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷേ ഇതെന്തായിട്ടില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിർത്താഡ്സിൽ പോയാലും കുറേയധികം ഇപ്പോൾ സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ പട്ടികവർഗ ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ അവിടെ ഒരുപാട് ഇത് ആർട്ടിക്കിൾസ് ആയാലും പുസ്തകങ്ങളായാലും അങ്ങനെ ആർക്കൈവ്സുകളായാലും ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പിന്നെ തെറ്റോ ശരിയോ, കാരണം കാലങ്ങളായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ചിലപ്പോൾ തെറ്റുണ്ടാവും, അതിൽ ശരികളുണ്ടാകും, ഏതാണ് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ പല സമയത്ത് പല ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ തെറ്റുകളുണ്ട്, ശരികളും ഉണ്ടാകാം, നമുക്കറിയില്ല. കാരണം കുറേ കാലപ്പഴക്കം ഉണ്ടല്ലോ. നമുക്കിടയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ തലമുറക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നമ്മളിപ്പോൾ പാരമ്പര്യമെന്ന് പറയുന്ന ഭാഷയായാലും സംസ്കാരത്തെ ആയാലും ഫോളോ ചെയ്യാൻ നിർബന്ധിതരാവാത്ത കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ചെയ്തേ പറ്റുമല്ലോ. വളരെ മുൻകാലത്തൊക്കെ ഇതുപോലെയുള്ള കാർക്കശ്യങ്ങളുണ്ടായിരുന്നു അല്ല, ആ ഒരു കാർക്കശ്യ സ്വഭാവം ഗോത്രത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇന്നൊരു അയവ് വന്നു. അപ്പോൾ പലപ്പോഴും പല അറിവുകളും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് വാമൊഴിയായിട്ടൊന്നും പകർന്ന് കിട്ടാതെ തന്നെ കുറേ അറിവുകൾ, വൈദ്യങ്ങൾ, ചികിത്സകൾ, ഇപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അടവുകൾ, ഇതൊക്കെ ഒരു പക്ഷേ ഒരു ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പലതും വൈദ്യം, പച്ചമരുന്നുകൾ, ഇവയൊന്നും സംരക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ കൈമാറാതെ ഉള്ള ഒരുപാട് നശിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇനിയുള്ളതെങ്കിലും സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ശ്രമം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ഭാഷ വരുമ്പോൾ നമ്മുടെ ഭാഷയിൽ എഴുതാൻ തുടങ്ങി, അതിൽ പുസ്തകങ്ങളാക്കാൻ തുടങ്ങി. പക്ഷെ അത് എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ, അതിന് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ ഊരിലും
അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഓരോ ഊരിലും നമുക്ക് നശിച്ചു പോകാതെ നമ്മൾ എല്ലാ തരത്തിലുള്ള അറിവുകളായാലും സംരക്ഷിച്ച് വെക്കുന്ന ഒരു ഊര് പള്ളിക്കൂട സിസ്റ്റം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിനുള്ള അത് നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് വളരും എന്നുള്ളൊരു പ്രത്യാശയാണ് നിൽക്കുന്നത്. ഈ പഴയതൊക്കെ സംരക്ഷിച്ചു വെക്കേണ്ടതിൻ്റെ ബാധ്യത നമ്മൾ ആർക്കൊക്കെയാണ് ചാർത്തി കൊടുക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറ്റൊരു തരത്തിലുള്ള തെളിച്ചം കൂടി കിട്ടുമെന്ന് തോന്നുന്നു. പരിപാടി ചുരുക്കാം, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ പാനലിസ്റ്റുകൾക്കും ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ സൗന്ദര്യശാസ്ത്ര പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, സ്നേഹം. വേദി 2 കുറിഞ്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ സെഷൻ കവിതയുടെ ബഹുസ്വര നിലങ്ങൾ